ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പുന്നമടക്കായലിന് തീപിടിപ്പിച്ചുകൊണ്ട് മേൽപ്പാടവും വിയപുരവും അരോമയും നടുഭാഗവും ഇതാ നീറ്റിലിറങ്ങാൻ പോകുന്നു. 4 വള്ളങ്ങൾ ഇക്കുറി 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശപ്പെരുമയിലേക്ക് 4 ചാമ്പ്യന്മാരെത്തുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ചിലർക്ക് മധുരപ്രതികാരമാണ്. ഇത് പരമ്പരാ വൈരികൾ തമ്മിലുണ്ട്. പള്ളാത്തുരുത്തിയും പുന്നമടയും തമ്മിലുള്ള പോരാട്ടം പ്രേക്ഷകർക്ക് കാണാം. കൈനഗരിയുമുണ്ട്. പള്ളാത്തുരുത്തി, കൈനഗരി, പുന്നമട, ഈ 3 പേർക്കൊപ്പം കൊല്ലത്തെത്തിയിരിക്കുന്ന അരോമ ബോട്ട് ക്ലബിനെയും പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ മേൽപ്പാടവും വിയപുരവും അരോമയും നടുഭാഗവും മാറ്റുരയ്ക്കുന്ന ഫൈനൽ മത്സരത്തിനാണ് നമ്മൾ കാതോർത്തും കണ്ണു നട്ടുമിരിക്കുന്നത് എന്നതാണ്. ഇനി ആവേശ പോരാണ്. അതിനു മുമ്പ് ചെറുവള്ളങ്ങളുടെ ഫൈനൽ കൂടി. ചെറുവള്ളങ്ങളുടെ ഫൈനലുണ്ട്. മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു പുന്നമടയിൽ. ഇതാ നോക്കൂ, ഉള്ളിലും പുറത്തും വെള്ളമുള്ള മനുഷ്യരും നമുക്ക് ഈ പുന്നമടയുടെ പല ഭാഗങ്ങളിലും കാണാം. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ വെള്ളത്തിലിറങ്ങി ആസ്വദിക്കുന്നവരുണ്ട്. കയ്യിൽ ട്രംപറ്റുമായി ഒരു സഹോദരൻ നിൽക്കുന്നത് കാണൂ. ഇവരൊക്കെ നല്ല തുഴച്ചിലുകാരും നല്ല നീന്തലുകാരും ഒക്കെ ആയതുകൊണ്ട് ഈ ചുണ്ടൻ ഇങ്ങനെ കീറി മുറിച്ച് പോകുമ്പോൾ അതിന്റെ ഇടയിൽ നീന്തുന്നത് കാണാം. പക്ഷെ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയാണ് കേട്ടോ ഇവര് നീന്തുന്നത്. ഇവരവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള മനുഷ്യരാണ്. വളരെ സ്നേഹമുള്ള മനുഷ്യരാണ്. എപ്പോൾ ഇവരുടെ വീട്ടിൽ ചെന്നാലും ഈ സമയങ്ങളിൽ ഭക്ഷണം തരുന്ന മനുഷ്യരാണ്. രാവിലെ അവിടെയൊക്കെ പോയി കഴിച്ചു. ഞങ്ങൾ അവിടെ പോയി എല്ലാം കഴിച്ചു. നല്ല ഒന്നാന്തര വീട്ടിൽ ഈ സാമ്പാറും ഒക്കെ കഴിച്ചു വന്നു. കുട്ടനാട്ടുകാരുടെ സ്നേഹം രുചിയോടുകൂടി അവർ നമുക്ക് പകർന്നു തന്നു. ലോകം മുഴുവൻ കുട്ടനാട്ടിലേക്ക് വരുന്ന ദിവസം അവരവരുടെ വീടുകളൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. അടുക്കളയൊക്കെ വിളമ്പി വെച്ചിരിക്കുകയാണ്. കുട്ടനാടിന്റെ രുചിയും കുട്ടനാടിന്റെ മനസ്സും ഇന്ന് കേരളക്കരയ്ക്കും ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾക്കും സ്വന്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ പുന്നമട ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. റിക്സലുണ്ട്, ടി വി പ്രസാദ് ഉണ്ട്, നമ്മളുടെ പ്രദീപ് ഉണ്ട്, പ്രമോദ് വെളിയനാടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒപ്പം തന്നെ അർജുൻ മട്ടന്നൂരുണ്ട്, സജോ ദേവസിയുണ്ട്, റോഷ്നിയും അന്തുവും പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. അതിനു മുമ്പ് ഈ മനോഹരമായ കാഴ്ചകൾ കൂടി ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം. ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ വിവിധ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് നെഹ്റു പവലിയന് തൊട്ടു മുമ്പുള്ള നെഹ്റു പവലിയനാണ് നീലതലത്തിൽ കാണുന്നത് കേട്ടോ. ഇത് ഫിനിഷിംഗ് പോയിന്റിന് തൊട്ടു മുമ്പുള്ള പവലിയനാണ്. അവിടെ ആളുകൾ ഇങ്ങനെ വീശിയിരിക്കുന്നത് കാണാം. തമാശ എന്തെന്ന് വെച്ചാൽ ഇടയ്ക്ക് മഴ പെയ്യും, അതിനുശേഷം വെയിൽ തെളിയും എന്നതാണ് അവസ്ഥ. ഇതാ നോക്കൂ, പുന്നമടയുടെ മനുഷ്യര്, കുട്ടനാടിന്റെ മനുഷ്യര് അവിടെ അവര് എന്താണ് വെള്ളപ്പരപ്പിൽ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വെള്ളപ്പരപ്പിൽ വെള്ളം ഒഴിച്ച് വെള്ളം കുടിക്കുന്നതാണ് ഡോക്ടർ വെള്ളം ഒഴിച്ച് കുടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മനോഹരമാണ്, ആഘോഷമാണ് ഈ സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തലമുറ ആഘോഷിക്കുന്ന നിമിഷമാണ്. നോക്കൂ, ജെൻസി മുതൽ മില്ലേനിയം എന്നുള്ള വെള്ളം കുടിച്ച് വെള്ളത്തിൽ ഇറങ്ങുന്നതും നല്ലതല്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക്. പക്ഷേ അവിടെയുള്ള ആവേശം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ, ഈ കുട്ടനാടിന്റെ ഒരു ചരിത്രം അറിയാലോ. കുട്ടനാട് തുഴയെറിയാൻ പോകുന്ന മനുഷ്യർ ഇപ്പോഴാണല്ലോ പ്രൊഫഷണലിസവും അണ്ടിപ്പരിപ്പും ബദാമും ക്യാമ്പും ഒക്കെ വന്നത്. പണ്ടിതൊന്നുമില്ലാതെ 3 മണി വരെ തുഴയെറിഞ്ഞ് മത്സ്യം പിടിച്ച് തിരിച്ച് വീണ്ടും കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം ട്രയലിന് പൊക്കൊണ്ടിരുന്ന മനുഷ്യരുണ്ടായിരുന്ന കാലമാണ്. 72ാമത്തെ വള്ളംകളിയാണെന്ന് ഓർമ്മിക്കണം. ആദ്യത്തിന്റെ പേര് നെഹ്റു എന്ന് പോലുമല്ല. പിന്നീട് നെഹ്റുവിനോട് തോന്നിയ താല്പര്യം അതെ 1952 അന്ന് നെഹ്റു ഇന്ദിരാഗാന്ധിക്കൊപ്പം ഈ മത്സരം കാണാൻ വരുന്നു. പിന്നീട് രാജീവ് ഗാന്ധി മത്സരം കാണാൻ വരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു രാഹുൽ ഗാന്ധി ഇക്കുറി ഈ ജലമേള കാണാൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ നോക്കൂ, ഹൗസ് ബോട്ടുകൾ പുന്നമടയിലോ കുട്ടനാട്ടിലോ ഒന്നും ഹൗസ് ബോട്ടുകൾ ഒരെണ്ണം പോലും കിട്ടാനില്ല കേട്ടോ. ഇന്ന് 50,000-ന് മുകളിലാണ് ഹൗസ് ബോട്ടുകളുടെ ഒക്കെ റെന്റുകൾ. എന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും പുന്നമടക്കായലിൽ എവിടെയെങ്കിലും നിന്ന് ഈ ജലരാജാക്കന്മാരുടെ മാമാങ്കം കണ്ണുനിറയെ കാണാൻ ലോകമെമ്പാടുമുള്ള വള്ളംകളി പ്രേമികൾ, ജലോത്സവ പ്രേമികൾ, പുന്നമട പൂരത്തിന്റെ ആരാധകർ അവിടെ പുന്നമടയിലേക്ക് വരുന്ന ദിവസമാണ് ഇന്ന്. ആ കായൽപ്പരപ്പിലെ ഓണങ്ങളെ കീറി മുറിച്ചുകൊണ്ട്, അത് ഓണവെയിലേറ്റ് വെട്ടിത്തിളങ്ങുന്ന ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് 1000 അഗ്നിച്ചിറകുകളുള്ള വലിയ യാത്രയാണ് നമ്മൾ കാണുന്നത്.